നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. പരസ്യപ്രചാരണം അവസാനിച്ചതോടെ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. നാളെ നിലമ്പൂർ വിധി എഴുതും. 23-ന് ഫലമറിയാം. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നു. ശിവദാസ്, ഒരുപക്ഷെ ഉറപ്പിച്ച വോട്ടുകൾ കൈവിട്ടു പോകാതിരിക്കാൻ, മറ്റാരോപണങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ ഒരു ദിവസമാണ് മുന്നണികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക്, രാഷ്ട്രീയ കക്ഷികൾക്ക് ഒക്കെ ഇന്നത്തെ ദിവസം, അല്ലേ? തീർച്ചയായും നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നാളെ ജനങ്ങൾ വിധി എഴുതും. രാവിലെ 7 മണി മുതലാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ് ആരംഭിക്കുക. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അതുകൊണ്ട് തന്നെ അവസാനവട്ട നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ് ഇന്നും സ്ഥാനാർത്ഥികൾ ഉള്ളത്. ഇന്നലെ വരെ പരസ്യ പ്രചാരണമായിരുന്നു. വലിയൊരു ബഹളം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിലമ്പൂരിൽ ഉണ്ടായിരുന്നത്. വ്യത്യസ്തമായ വിഷയങ്ങൾ ഈ ദിവസത്തിനിടയിൽ ചർച്ച ചെയ്തു. അതിൻ്റെയെല്ലാം അവസാനം ആണ്, പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. ഇനി ഒറ്റ ദിവസം മാത്രമാണ് ഉള്ളത്. നാളെ രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും. തിങ്കളാഴ്ചയാണ് റിസൾട്ട് വരിക. നമുക്കറിയാം, നിലമ്പൂരിനെ സംബന്ധിച്ച് നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് തന്നെ ഒരു അനാവശ്യ തിരഞ്ഞെടുപ്പാണ് എന്നൊരു ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിരവധി വിഷയങ്ങൾ ഈ തിരഞ്ഞെടുപ്പിലെ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് വികസന വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. നമുക്കറിയാം, LDFും UDFും അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും തന്നെ ഈ പ്രചാരണ സമയങ്ങളിലൊന്നും തന്നെ എടുത്തു പറഞ്ഞിട്ടില്ല. അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചും അത് ഉയർത്തിയുമായിരുന്നു അവരുടെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിനാണ് അവർ മുൻകൈയെടുത്തത്. അതുതന്നെയായിരുന്നു പ്രചാരണ സമയത്തും വലിയ വിവാദമായി ഉണ്ടായിരുന്നത്. UDFിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചു, LDFിന് PDPയും പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നീട് ഇരു മുന്നണികളും ഇതിൻ്റെ പേരിൽ തമ്മിലുള്ള ഒരു വാഗ്വാദമാണ് നടന്നത്. പക്ഷേ നിലവിൽ നമുക്കറിയാം, നിലമ്പൂരിനെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ ഇല്ലാത്ത ഒരു നിയമസഭാ മണ്ഡലമാണ്. മലയോര മേഖല കൂടിയാണ്. വന്യമൃഗശല്യം രൂക്ഷമായ ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം. ഈ മണ്ഡലത്തിലെ ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ കൈകാര്യം ചെയ്യാതെയുള്ള ഒരു പ്രചാരണം, അത് എത്രത്തോളം വോട്ടെടുപ്പിനെ സ്വാധീനിക്കും, അല്ലെങ്കിൽ ഫലത്തെ എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളതെല്ലാം തന്നെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലമ്പൂർ നിയമസഭാ മണ്ഡലം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. കാരണം വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഇനി കേരളത്തിൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ട് മുൻപ് നടക്കുന്ന ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് അതൊരു സെമി ഫൈനൽ ആയിരിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് രാഷ്ട്രീയ കേരളത്തിനും പ്രധാന മുന്നണികൾക്കും പാർട്ടികൾക്കും എല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എല്ലാ മുന്നണികളും NDAയും UDFും LDFും അതോടൊപ്പം തന്നെ മറുഭാഗത്ത് സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവറും എല്ലാം തന്നെ ഒരു ശക്തമായ പ്രചാരണവുമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ നിലമ്പൂരിൽ ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും പ്രചാരണവുമാണ് ഈ നിലമ്പൂരിൽ നടന്നത്. വ്യത്യസ്ത വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിലമ്പൂരിനെ ഒരു സജീവമായി നിലനിർത്താൻ അവർ ശ്രമിച്ചു. പ്രത്യേകിച്ച് നമുക്കറിയാം, മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രീണനം ലക്ഷ്യമാക്കിയുള്ള ഒരു പ്രചാരണം നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. മറ്റ് വിഷയങ്ങൾ, അതായത് വന്യമൃഗ ശല്യം രൂക്ഷമായ മേഖല ആയതുകൊണ്ട് തന്നെ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ മരണം, അത് വിവാദമാക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ആ വിഷയം ചർച്ചയായി. ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ നടന്നത്. ഏകദേശം 3 ആഴ്ചക്കാലത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം ഇവിടെ നടന്നു. 2,32,000 വോട്ടർമാരാണ് നിലമ്പൂരിൽ ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത്. 1,18,000 സ്ത്രീ വോട്ടർമാർ ഉണ്ട്. 1,13,000 പുരുഷ വോട്ടർമാരാണ് ഉള്ളത്. 14 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട്. മുൻപ് നിലമ്പൂരിൽ മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് സുരക്ഷാ സേനയുടെയും പോലീസിൻ്റെയും എല്ലാം തന്നെ വിലയിരുത്തൽ. എങ്കിലും 14 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട്. ഇവിടെയെല്ലാം തന്നെ ഏകദേശം 1,200 പോലീസിനെ സുരക്ഷയ്ക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. നിലവിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒറ്റ ദിവസം മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനോടും UDFിനോടും ചേർന്ന് നിൽക്കുന്നു. മറുവശത്ത് PDP ബന്ധം CPMനെ വല്ലാതെ കുഴപ്പത്തിലാക്കുന്നു. ഈ വിഷയം എത്ര കണ്ട് പ്രചാരണ രംഗത്ത് ഉയർത്തിക്കാട്ടപ്പെട്ടു? അതിൽ നേട്ടമുണ്ടാക്കുന്നത് ആര്?
കൃഷ്ണരാജ്, മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനമായും ഒരു ന്യൂനപക്ഷ പ്രീണനത്തിൽ ഊന്നിയുള്ള ഒരു പ്രചാരണമാണ് ഇടത് വലത് മുന്നണികൾ കൈക്കൊണ്ടിട്ടുള്ളത്. നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി UDFനെ പിന്തുണച്ച് അതോടെ UDFന് അവർ നല്ലവരായി മാറിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പഴയ ജമാഅത്തെ ഇസ്ലാമി അല്ല, അവരുടെ ആശയങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. മതരാഷ്ട്രവാദത്തിൽ നിന്നും അവർ മാറി എന്നാണ് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട UDFന്റെ നേതാക്കളെല്ലാം തന്നെ ഇതിന് സമാനമായ മറുപടി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് എടുത്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമുക്കറിയാം, മുൻപെല്ലാം തന്നെ പാണക്കാട് കുടുംബം എല്ലാം തന്നെ ശക്തമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും അതോടൊപ്പം തന്നെ SDPI പോലുള്ള സംഘടനയെയും എല്ലാം തന്നെ ശക്തമായി എതിർത്തിരുന്നു. പക്ഷേ ഇപ്പോൾ UDFന്റെ ഭാഗമായതോടെ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് എടുത്തില്ല. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൂടി ഇടപെടലിലാണ് ജമാഅത്തെ ഇസ്ലാമി UDFന്റെ ഭാഗമായി മാറിയിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് LDFന് PDP പിന്തുണ നൽകിയതോടെ ഇവരുടെ കൃത്യമായ ലക്ഷ്യവും അജണ്ടയും എന്താണെന്ന് വ്യക്തമാവുകയാണ്. മുസ്ലിം പ്രീണനത്തിൽ ഊന്നി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രീണനം നടത്തി ഇവിടെ പ്രചാരണം നടത്തി വോട്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. താൽക്കാലിക ലാഭം നോക്കി അല്ലെങ്കിൽ താൽക്കാലികമായൊരു ആശ്വാസം നോക്കി ഈ മുസ്ലിം വോട്ടുകൾ സ്വരൂപിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇരു മുന്നണികൾക്കും ഉണ്ടായത്. PDP നമുക്കറിയാം, അബ്ദുൽ നാസർ മദനി ചെയർമാനായ ഒരു പാർട്ടിയാണ്. അദ്ദേഹം ഇപ്പോഴും ജയിലിലാണ് ഉള്ളത്. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്, അതോടൊപ്പം തന്നെ കോയമ്പത്തൂർ സ്ഫോടന കേസ്, ഇത്തരത്തിൽ ഭീകരവാദ ബന്ധമുള്ള നിരവധി കേസുകൾ ഉള്ള ഒരു നേതാവ് കൂടിയാണ് അബ്ദുൽ നാസർ മദനി ചെയർമാനായ ഒരു സംഘടന PDP. ഒരു കാര്യം കൂടി, അതായത് NDA BJP പ്രചാരണ രംഗത്ത് എത്രമാത്രം ആവേശത്തിലായിരുന്നു? അവരുടെ പ്രതീക്ഷ എന്താണ്? കൃഷ്ണരാജ്, BJPയും NDA വളരെ ആവേശത്തിൽ തന്നെയാണ്. തുടക്കം മുതൽ തന്നെ മലയോര മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചാരണമാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇടത് വലത് മുന്നണികൾ ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളിൽ മുറുകെ പിടിച്ച് പ്രചാരണം നടത്തുമ്പോൾ NDA മലയോര മേഖലയെ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ വികസനപരമായ വിഷയങ്ങൾ മുൻനിർത്തിയുമുള്ള ഒരു പ്രചാരണത്തിനാണ് ശ്രദ്ധ നൽകിയത്. അത്തരത്തിലുള്ള വിഷയങ്ങൾ മാത്രമാണ് ജനങ്ങളോട് പറഞ്ഞത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നിലമ്പൂരിനെ സംബന്ധിച്ച് നിരവധി വനവാസികൾ ഉള്ള ഒരു ഇടം കൂടിയാണ്. അതോടൊപ്പം തന്നെ നിരവധി സാധാരണക്കാരായ കർഷകർ ഉള്ള ഒരു മേഖല കൂടിയാണ്. വന്യമൃഗശല്യം രൂക്ഷമായ ഒരു മേഖലയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉള്ള ഒരു പ്രചാരണമാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് NDAയുടെ സ്ഥാനാർത്ഥി. മലയോര കർഷകനാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഏകദേശം കഴിഞ്ഞ 45 വർഷത്തോളമായി ഈ മലയോര മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. ഇതെല്ലാം തന്നെ അനുകൂലമാകും എന്നൊരു പ്രതീക്ഷ NDAക്കുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവസാന ഘട്ടത്തിലും ആ രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെയാണ്. നാളെ പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ പോകുന്നു. വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.